പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഇവിടെ എത്തിച്ചതിന് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജൂലി, ഇതെൻ്റെ ഹസ്ബൻഡ് ജിനീഷ്, എൻ്റെ മകൾ ജുവൽ, എൻ്റെ മകൻ ജീസക്. ഞാൻ ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ നിന്നും ആദ്യമായിട്ട് എൻ്റെ സിസ്റ്റർ ഇൻ ലോ എനിക്കൊരു ലോക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ആ ലോക്കറ്റ് വെച്ച് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു നേഴ്സാണ്. നാട്ടിൽ ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തത്. അപ്പോൾ എൻ്റെ കസിൻസ് എല്ലാവരും പുറത്തായതുകൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് പുറത്ത് പോകണമെന്ന്. ഞാനങ്ങനെ ഈ ഉടമ്പടി ലോക്കറ്റല്ല, ഞാൻ നോർമൽ എനിക്ക് സിസ്റ്റർ ഇൻ ലോ തന്ന ഇവിടുന്ന് വെഞ്ചരിച്ച ഒരു ലോക്കറ്റ് വെച്ച് ഞാൻ സ്ഥിരമായി പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് സാമ്പത്തികമായി കുറച്ച് കടബാധ്യതകളുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനൊക്കെ ഒത്തിരി വെച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം എൻ്റെ സിസ്റ്റർ പറഞ്ഞനുസരിച്ച് ഞാൻ പോയി എക്സാം എഴുതി. എനിക്കപ്പോൾ UK സ്കോർ കിട്ടി. അതുപോലെ തന്നെ ഞാൻ UK അപ്ലൈ ചെയ്തു. വിത്തിൻ 1 മന്തിൽ എനിക്ക് ഒരു ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. ആ ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടിയപ്പോൾ ഞാൻ ഈ ലോക്കറ്റ് എപ്പോഴും എൻ്റെ ഡ്രസ്സിൽ ഞാൻ കുത്തിവെച്ചിട്ടാണ് ഞാൻ നാട്ടിലും ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് നല്ല പേടിയുണ്ട്. അവിടുത്തെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് നമ്മുടെ പോലെയല്ല, അതെല്ലാം എനിക്ക് പേടിയായിട്ട് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ എന്നെ നീ എവിടേക്കെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണേ. അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഇൻ്റർവ്യൂ ടൈമിലും ഞാൻ ഈ ലോക്കറ്റ് മുറുകെ പിടിച്ച്, ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു, വീഡിയോ കോളിൽ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. നെക്സ്റ്റ് ഡേ അവരെനിക്ക് എന്നോട് പറഞ്ഞു, നീ ഓക്കെയാണ്, നിനക്ക് ഓഫർ ലെറ്റർ എനിക്ക് അയച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ റിസൈൻ വെച്ചു 1 മന്ത്. അങ്ങനെ ഞാൻ വിത്തിൻ 1 മന്തിൽ എൻ്റെ എല്ലാ പേപ്പർ വർക്കും പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹത്താൽ എനിക്കെല്ലാം ശരിയായി. ഞാൻ 2022 മാർച്ച് 27 ഞാൻ UK പോയി. അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലിയിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അത് 3 മാസത്തിനുള്ളിൽ എനിക്ക് ഹസ്ബൻഡിനെയും മകളെയും അവിടേക്ക് കൊണ്ടുപോകാനും പറ്റി. അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ റൂമിലുണ്ടായിരുന്നൊരു കുട്ടി, അവൾ കൃപാസനത്തിൻ്റെ ഉടമ്പടിയിലായിരുന്നൊരു കുട്ടിയാണ്, ലിനി എന്ന് അവളുടെ പേര്. അവൾ വഴി എനിക്ക് ഉടമ്പടി ലോക്കറ്റും ഉപ്പും തൈലെല്ലാം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ എപ്പോഴും എന്നോട് പറയും, ഇത് കൈമാറാൻ പറ്റില്ല, പക്ഷേ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാനിവിടെ തിരികെത്തിച്ച് വെച്ചിട്ടുണ്ട്, രാവിലെ നിനക്ക് വൈകുന്നേരവും പ്രാർത്ഥിക്കാമെന്ന്. ഞാനപ്പോൾ അവളുടെ കൂടെ എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്ക് കൃപാസനത്തിലേക്ക് വരണം എന്നുള്ളൊരാഗ്രഹം ഒരുപാട് എന്നിലേക്ക് വന്നു. അങ്ങനെ എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും രോഗാവസ്ഥകളും എല്ലാം വന്നപ്പോൾ ഞാൻ 2023 ജനുവരിയിൽ ഞാൻ ഓർത്തു, എനിക്ക് ഇങ്ങടേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കാം എന്ന്. ഞാൻ അച്ഛൻ്റെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ 6 നിയോഗങ്ങൾ അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഉടമ്പടിയിലല്ലെങ്കിലും ഞാൻ രാവിലെ നീലത്തിരിയും വൈകുന്നേരം പച്ചത്തിരിയും അവൾ കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കൂടെ പ്രാർത്ഥിക്കും. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അതിനകത്ത് 6 നിയോഗങ്ങൾ വെച്ചത് ആദ്യം തന്നെ എൻ്റെ വീട് വിൽപ്പനയുടെ കാര്യത്തിനായിരുന്നു. കാരണം ഒരു 9 വർഷത്തോളമായിട്ട് ഞങ്ങളൊരു വീട് വാങ്ങിയതിന് ശേഷം ഞങ്ങളുടെ തറവാട് വീട് വിൽക്കാൻ പറ്റാതെ 9 വർഷമായി അത് കിടക്കുമായിരുന്നു. ഒരുപാട് പേര് വന്ന് നോക്കി, ഒന്നെങ്കിൽ പൈസ കൊണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചന് ക്യാൻസർ എന്നുള്ള രോഗം പിടിപെട്ടു. ആ സമയത്ത് സാമ്പത്തികമായി വളരെ പിന്നോക്കത്തിലേക്ക് പോയപ്പോൾ ഞങ്ങൾ വീണ്ടും കിട്ടിയ വിലയ്ക്ക് അത് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അമ്മ അവിടെ സമ്മതിച്ചില്ല, അത് വിൽക്കാൻ പറ്റിയില്ല. പക്ഷേ അപ്പച്ചൻ്റെ ട്രീറ്റ്മെൻ്റ് എല്ലാം ഭംഗിയായിട്ട് നടന്നു, ഒരു കുഴപ്പമില്ലാതെ അപ്പച്ചൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നടന്നു പോയി. അവസാനം ഇപ്പോൾ അത് കഴിഞ്ഞ് 2023 ഓൺലൈൻ ഉടമ്പടി എടുത്ത് വിത്തിൻ 1 മന്തിൽ എനിക്ക് മാതാവും തിരുക്കുമാരനും ആ വീട് ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ച വിലയ്ക്ക് തന്നെ വിൽക്കാനും പറ്റി. അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഒരു തടസ്സവും കൂടാതെ ഞങ്ങൾ UK പോലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് നടക്കാനും അതിൻ്റെ പൈസ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് തന്നു. രണ്ടാമതായി എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള മെയിൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പുറത്തൊരു പെട്ടെന്നൊരു മുഴ പോലെ പ്രത്യക്ഷപ്പെട്ടു. ഞാനൊരു നേഴ്സായതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇന്നത്തെ കാലത്ത് ഒരു മുഴ ബയോപ്സിക്ക് പോയി വരുമ്പോൾ അത് 90% പോസിറ്റീവായിരിക്കും.
ഞാൻ വളരെയധികം വിഷമിച്ചു ആ മുഴ കണ്ടപ്പോൾ. ഒരുപാട് ദുഃഖത്തിൽ നിന്ന് ഞങ്ങൾ UK-ലെത്തി. ഒരു വർഷമാവണതിന് മുമ്പ് തന്നെ ഒരു മുഴ കണ്ടപ്പോൾ വളരെ വിഷമിച്ചു. ഞാൻ എൻ്റെ കയ്യിൽ പച്ചത്തിരി, അന്ന് ഞങ്ങൾ വീട് മാറിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് അവളില്ല. അപ്പോൾ എനിക്ക് തിരികളൊന്നുമില്ല. ഞാൻ നോർമലി ഒരു മെഴുകുതിരി കത്തിച്ച് രാവിലെ എന്നും 5:30 ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ GP-യിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. UK-ൽ ഒരു GP അപ്പോയിൻമെൻറ്റ്, ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചെന്നിട്ടേ ഉള്ളൂ, ഞങ്ങൾക്കറിയില്ല അവിടുത്തെ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ GP-യിൽ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടുത്തെ ഡോക്ടർ അന്ന് കണ്ടിട്ട് പറഞ്ഞു, ഓക്കെ ഇതൊരു സ്കാൻ ചെയ്യണം. അങ്ങനെ ഞങ്ങൾക്ക് സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടി. 1 മന്തിൽ സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഇതൊരു ലിപ്പോമിയാണ്, പേടിക്കാനില്ല, പക്ഷെ നിങ്ങളത് എടുത്തു കളയണം. അതവിടെ ഇരിക്കുന്നത് അത്ര നല്ലതല്ല, കാരണം സ്പൈനൽ കോഡിനോട് ചേർന്നാണ്. അപ്പം ഞങ്ങൾക്കത് അതിലേറെ ടെൻഷനായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വന്ന മെയ് മാസത്തിൽ ഹസ്ബൻഡ് ഇവിടെ വരികയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നാട്ടിൽ സ്കാൻ ചെയ്തിട്ട് വീണ്ടും തിരിച്ച് UK-യിലേക്ക് വന്നു. ഇത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അവരവിടുന്ന് ഒരു ഡേറ്റ് തരുവാണ്. ഓക്കെ നിങ്ങൾക്ക് അവിടുത്തെ GP എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലെയുള്ളൂ, അവിടെ വന്ന് നിങ്ങൾക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വളരെ പേടിയായിരുന്നു. സ്പൈനൽ കോഡിനോട് ചേർന്നുള്ള ഇത്രയും വലിയൊരു മുഴയുടെ ഭാഗം എത്രത്തോളം ഡീപ്പാണെന്നോ, ഒരു സ്കാനിങ് കഴിഞ്ഞ് ഏകദേശം ഒരു 5 മാസമായിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം ഡെവലപ്പായിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. പക്ഷേ ആ ഫിസിഷ്യനോട് ഞാൻ സംസാരിച്ചു. ആൾ പറഞ്ഞു ഇല്ല, നമുക്ക് വേറൊന്നുമില്ല, ഇത് സിമ്പിളാണ്, ഒരു ജനറൽ അനസ്തേഷ്യ ചെയ്ത അവിടെ ആ ഏരിയയിൽ മാത്രം ഒന്ന് തരിച്ചിട്ട് ചെയ്യാവുന്ന കേസുള്ളൂ എന്ന്. ഒരുപാട് പ്രാർത്ഥിച്ച് ഞാൻ അപ്പോൾ ഹസ്ബൻഡ് എടുത്ത ഉടമ്പടി ലോക്കറ്റും ഉപ്പും എല്ലാം ഇട്ട് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. ഞങ്ങളങ്ങനെ ലീവ് എടുത്തു. ഞങ്ങൾ ആ ക്ലിനിക്കിലെത്തി. ഒരുപാട് സങ്കടത്തോടെ ഞങ്ങൾ ആ ക്ലിനിക്കിലെത്തുന്നത്, കാരണം അവിടെ ഒരു സർജറി ചെയ്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയാൽ പിന്നെ എയർ ആംബുലൻസിൽ ഷിഫ്റ്റിംഗ് എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സങ്കടത്തോടെ ഞാനും ഹസ്ബൻഡും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ ഏർലി മോർണിംഗ് അവിടെ എത്തി. തലേദിവസം തൊട്ട് ഫാസ്റ്റിംഗ് ആയിരുന്നു. രാവിലെ തിയേറ്റർ ഡ്രസ്സെല്ലാം ഇട്ടു, ആളെ മൈനർ OT-യിലോട്ട് കയറ്റി. ഞാൻ അപ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപം പിടിച്ച് അവിടെ ഞാൻ ഉപ്പിട്ടു, കാശ് രൂപം പിടിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങൾ കാരണം എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ എല്ലാവരും എന്നെയും കുറ്റപ്പെടുത്തും, കാരണം നാട്ടിൽ വന്ന് ചെയ്യാമായിരുന്നു, കൊച്ചൻ്റെ പഠിത്തമെല്ലാം ആയിട്ട് എനിക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ചെയ്യാമെന്ന് തന്നെ തീരുമാനിച്ചത്. അങ്ങനെ തിയേറ്ററിലോട്ട് കയറി. അരമണിക്കൂർ കഴിഞ്ഞില്ല, സർജൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സോറി ഞങ്ങൾക്ക് ഈ സർജറി ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ വിചാരിച്ചതിനേലും വളരെ വലിപ്പം കൂടുതലാണ് ഈ മുഴ എന്ന്. നോർമലി എനിക്ക് അവിടെ സന്തോഷമാണ് തോന്നിയത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ, എൻ്റെ കുടുംബത്തിൻ്റെ കൂടെ അവിടെ ഉണ്ടായെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ സാക്ഷിയായിരുന്നു അത്. കാരണം അത്രയും വലിയൊരു ക്ലിനിക്കിൽ നിന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതും, അവിടെ ഇവിടുത്തെ പോലെ അത്ര പെട്ടെന്ന് ആരും ഓടിയെത്തി ഒന്നും ചെയ്യില്ല, എല്ലാം പ്രൊസീജിയർ വൈസേ ഉള്ളൂ. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ അമ്മയ്ക്ക് ആദ്യം നന്ദി പറഞ്ഞു. പരിശുദ്ധ അമ്മേ നന്ദി, നീ എനിക്ക് എന്തായാലും ഇതിൽ നിന്നും എന്നെ ഒഴിവാക്കി തന്നല്ലോ. പക്ഷെ അത് അവരുടെ ഫോൾട്ടായതുകൊണ്ട് അവരെനിക്ക് വിത്തിൻ 2 വീക്സിൻ്റെ ഉള്ളിൽ എനിക്ക് ഹോസ്പിറ്റലിലേക്ക്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റിന് ഡേറ്റ് തന്നു ഹസ്ബൻഡിന്. പക്ഷെ അവിടെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ കാണാമെന്നുള്ളത് വളരെ അസാധ്യമായ ഒരു കാര്യമാണ്. ഞാൻ അപ്പോഴും ഈ ഉടമ്പടി ലോക്കറ്റ് ഞാൻ എന്നും മാതാവിൻ്റെ തൈലം പുറത്ത് പുരട്ടി, ഹസ്ബൻഡ് പുറത്ത് പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് വെച്ച് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒരു മലയാളി ഡോക്ടറായിരുന്നു. ഡോക്ടർ ഞങ്ങളോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇതത്ര പ്രോബ്ലം ഉള്ളതൊന്നല്ല, അപ്പം നമുക്കിത് ലിസ്റ്റിലിടാം, ചിലപ്പോൾ 2-3 വർഷം എടുക്കും ഇതൊന്ന് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വിഷമായി, കാരണം 3 വർഷം കഴിഞ്ഞ് അത് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ എല്ലാവരും വീണ്ടും എന്നെയും കുറ്റപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ വീണ്ടും തീരുമാനിച്ചു, ശരി എന്നാൽ അടുത്ത വെക്കേഷൻ നാട്ടിൽ വരാം, ചെയ്യാമെന്ന്. അങ്ങനെ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വീണ്ടും ഒരു വരാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഹസ്ബൻഡിന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് 3 വർഷം എന്ന് പറഞ്ഞ സർജറി 1 മാസം 1.5 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ പ്രൊസീജിയറുകളെല്ലാം കഴിഞ്ഞ് പ്രൈവറ്റായിട്ട് എനിക്ക് എൻ്റെ സർജറി ചെയ്യാൻ മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ അതും ഞങ്ങൾക്ക് പേടിയായിരുന്നു. UK-യിൽ എങ്ങനെയാണ് ഒരു സർജറി കഴിഞ്ഞാലെന്ന് അറിയില്ല, 1 ഡേ പ്രൊസീജിയറാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ എന്താണെന്നറിയില്ല, ജനറൽ അനസ്തേഷ്യയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവിനോട് വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഈ ലോക്കറ്റ് എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്, ഉടമ്പടി തൈലം ഉപ്പും കൊണ്ട് ഞങ്ങൾ എപ്പോഴും നടക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സഞ്ചാരി മാതാവ് സമയത്ത് ചുരുക്കത്തിൻ്റെ അമ്മ ഞങ്ങളുടെ കൂടെ ഒരു എന്താ പറയുക, തിയേറ്ററിലോട്ട് ഒരു ചേച്ചീനെ, ആ ചേച്ചി എന്നാൽ തിയേറ്റർ ഡ്യൂട്ടിയിൽ ഇല്ലാത്ത ആളാണ്, ഓഫാണ് ചേച്ചിക്ക്. പക്ഷേ 2 ദിവസം മുമ്പ് ചേച്ചി എന്നോട് പറയാണ്, എടി ഞാൻ വരുന്നുണ്ട്, ഞാൻ അന്ന് കേസിലുണ്ടാകും, നീ വിഷമിക്കേണ്ട. എനിക്കറിയാതെ ആ ചേച്ചിയല്ല, അവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ടതാണ്, അമ്മ വന്നതാണ് ഞങ്ങളുടെ സങ്കടത്തിന്. അമ്മ ചേച്ചിയുടെ രൂപത്തിൽ അവിടെ വന്നു എന്ന് മാത്രം. സർജറി കയറി ആദ്യത്തെ അനസ്തേഷ്യ കൊടുത്തു. പക്ഷേ അത് വളരെ ഡീപ്പായിരുന്നു, ഫുൾ ചെയ്ത് തീർക്കാൻ പറ്റിയില്ല. വീണ്ടും പറഞ്ഞ സമയം കഴിഞ്ഞു, വീണ്ടും അവർ അനസ്തേഷ്യ കൊടുത്തു. എന്നിട്ട് വീണ്ടും അവരത് സർജറി ചെയ്തു. ഒരു 2-3 അവർ കഴിഞ്ഞപ്പോൾ ആളെ റൂമിലോട്ട് കൊണ്ടുവന്നു.
ഏകദേശം കോൺഷ്യസ് ആയിട്ടാണ് ആ ചേച്ചി തന്നെ പോയത്. അപ്പോൾ എനിക്കറിയാം അമ്മയാണ് അവിടെ ഇടപെട്ടത്. അതുകൊണ്ട് എനിക്ക് യാതൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം 8 മണിയായപ്പോഴേക്കും ആൾക്ക് കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങളെ വീട്ടിലോട്ട് വിട്ടു. അത് കഴിഞ്ഞ് 1 മന്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. ബയോപ്സി നെഗറ്റീവായിരുന്നു. യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും അവിടെ നടത്തിയ വലിയൊരു ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു വിഷമത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിയതായിരുന്നു. ഇപ്പോൾ ഹസ്ബൻഡിന് യാതൊരു കുഴപ്പമില്ല. അതുപോലെ പിന്നെ ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ ലൈസൻസ് ആയിരുന്നു. പിന്നെ UK ലൈസൻസ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. UK തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. അതിൽ തിയറിയിൽ തന്നെ 2 മോഡ്യൂൾ എഴുതണം. അതിലൊരു മോഡ്യൂളിൽ ആൾക്ക് എപ്പോഴും 1 മാർക്കിന് പോകുമായിരുന്നു. അതുപോലെ അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര വിഷമമായി. ഏറ്റവും ഈസി ഉള്ളതാണ് ആൾക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിതുപോലെ തന്നെ അത് വെച്ച് പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ ഇടപെടലിലും ലോക്കറ്റും ഉപ്പും ഇത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എക്സാമിന് കയറിയപ്പോൾ ഹോളിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അത് ഞങ്ങൾ എക്സാം പാസ്സായി. പ്രാക്ടിക്കൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പാസ്സായി. കാരണം ഞങ്ങൾ സ്റ്റിയറിംഗുമ്മ മാതാവിൻ്റെ തൈലം വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ്. വേറൊരു ഇംഗ്ലീഷ് എക്സാമിനറാണ്. എന്നിരുന്നാൽ പോലും ഒരു കുഴപ്പമില്ലാതെ ആളൊരു 15 മിനിറ്റ് അന്ന് ഡ്രൈവ് ചെയ്യിപ്പിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ആൾ പറഞ്ഞു ഓക്കെ നീ ഫിറ്റാന്ന് പറഞ്ഞു. അങ്ങനെ ലൈസൻസ് കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ OSCE എക്സാം ഞങ്ങൾക്ക് UK ചെന്നിട്ടാണ് OSCE എക്സാം എഴുതേണ്ടത്. ഞാൻ ആ എക്സാം എഴുതിയപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ വളരെ ബുദ്ധിമുട്ടുള്ള എക്സാമാണ്, വളരെ ചിലവ് ഇതാണ്, അപ്പം ഞങ്ങൾക്ക് വേറെ സ്ഥലത്ത് പോയിട്ടൊക്കെ എഴുതണം. അപ്പം മാതാവ് എനിക്ക് ഇതുപോലെ കാശ് രൂപവും ഉപ്പും തൈലം എല്ലാം വെച്ചിട്ടാണ് ഞാൻ പോയത്. മാതാവ് എനിക്ക് എൻ്റെ OSCE എക്സാമും വളരെ ഭംഗിയായിട്ട് പാസ്സാക്കി തന്നു. അങ്ങനെ എൻ്റെ ഓൺലൈൻ ഉടമ്പടിയിൽ എല്ലാ കാര്യങ്ങളും നിൽക്കുമ്പോൾ എനിക്ക് 2 പ്രാവശ്യമായിട്ട് സിവിയർ അബ്ഡോമിനൽ പെയിൻ ഉണ്ടാവുകയും അവിടെ CT സ്കാൻ MRI സ്കാനൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ഇവിടെ വന്ന് കാണാൻ, ഞാൻ ഈ നാട്ടിലുണ്ടായിട്ടും ഇവിടെ വരാണ്ട് പോയ ആളാണ്, ഇവിടെ വന്ന് കാണാനാണ് മാതാവ് ആഗ്രഹിക്കുന്നത്. അതാണ് എനിക്ക് എൻ്റെ CT സ്കാൻ നോർമൽ, എല്ലാം നോർമൽ. പക്ഷേ എനിക്ക് എന്താ പറയുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാവുമായിരുന്നു. അപ്പം ഞാൻ തീരുമാനിച്ചു ഓക്കെ നമുക്ക് നാട്ടിലേക്ക് എന്തായാലും കയറി പോവാം. അങ്ങനെ 2024 മാർച്ച് 24-ാം തീയതി ഞാനും ഹസ്ബൻഡും മകളും കൂടി UK 15 ദിവസത്തെ ലീവിന് ഇവിടെ വന്നു. നേരെ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ അച്ഛൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ അച്ഛൻ്റെ ടോക്ക് എപ്പോഴും കേൾക്കുമ്പോൾ അച്ഛൻ പറയും, നിങ്ങൾ എന്നെ കാണാനല്ല വരേണ്ടത്, മാതാവിനെ കാണാനാണ് വരേണ്ടത്, ഞാനൊരു നിമിത്തം മാത്രമാണെന്ന്. അപ്പം ഞാൻ ഓർത്തു, അന്ന് ഒരു ഓശാന ഞായറാണ്, എനിക്കറിയാം ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് 2024. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു അച്ഛനെ കാണണമെന്ന്, പക്ഷെ അച്ഛനെ കാണാൻ പറ്റിയില്ല. ഞാനിവിടെ വന്നു ഓൺലൈൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാൻ അന്ന് ഇവിടെ ഓശാന ഞായറാഴ്ചത്തെ കുർബാന കണ്ടു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. ഞാനും ഹസ്ബൻഡും മകളും കൂടി വന്നിട്ട് ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഉടമ്പടി ഞാൻ 6 നിയോഗങ്ങൾ വെച്ചു. ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോയി. ഇവിടുന്ന് പോയി ഒരു 15 ദിവസം കഴിഞ്ഞ് 12 ദിവസം ലീവ് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലെത്തിയത്. UK ഞങ്ങൾ തിരിച്ചെത്തിയത്. UK എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പത്രം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ. ആദ്യമായിട്ട് ഞങ്ങളിവിടെ ഓൺലൈൻ ഉടമ്പടി തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് പത്രം കിട്ടിയത്. ആ പത്രം കൊണ്ട് ഞങ്ങൾ പോയെങ്കിലും എൻ്റെ അനാസ്ഥ കൊണ്ടോ എന്തോ എനിക്കത് പൂർണ്ണമായിട്ടും ഞാനത് വന്നു എടുത്തുല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസിൽ തന്നെ എനിക്ക് ആ മാസം സൺഡേസ് എനിക്ക് പള്ളിയിൽ പോകാനും പറ്റുന്നുണ്ടായിരുന്നില്ല, ഡ്യൂട്ടി ആയിട്ട് എനിക്കത് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ഏപ്രിൽ മാസം അങ്ങ് കടന്നുപോയി. മെയ് മാസത്തിൽ ഞാൻ എൻ്റെ കുറച്ച് പാത്രങ്ങളെ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വിഷമായി തുടങ്ങി. കാരണം ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ അച്ഛൻ എപ്പോഴും പറയും നിങ്ങൾ ലാഗാക്കരുതെന്ന്. ഞാൻ അങ്ങനെ ജൂൺ മാസത്തിൽ വളരെ ഇതോടുകൂടി ഞാനൊരു ദിവസം സൺഡേ ഞാൻ പോയിട്ട് അവിടെ ഞങ്ങളുടെ UK പള്ളിയിൽ മലയാളി പള്ളിയിൽ വരുന്ന ചേച്ചിമാരെല്ലാവരും ഏകദേശം 20-22 വർഷം അവിടെ എത്തിയവരാണ്. ഞങ്ങളങ്ങനെ സംസാരിക്കാറ് വരെ വളരെ കുറവാണ്. പക്ഷെ ഞാൻ അവിടുത്തെ ചേച്ചിമാർക്കൊക്കെ എൻ്റെ ഉണ്ടായ എല്ലാ അനുഭവങ്ങളും പറഞ്ഞ് മാതാവിനെയും തിരുക്കുമാരൻ്റെയും എല്ലാ ഇതും ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും പറഞ്ഞ് വിശുദ്ധ തൈലവും ഉപ്പും എൻ്റെ ഉടമ്പടി ലോക്കറ്റിനെ കുറിച്ചെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവർക്കും ഈ പത്രം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ പത്രം കൊടുത്ത് ജൂൺ മാസം കഴിഞ്ഞു. ജൂലൈയിൽ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം, എൻ്റെ മോളുണ്ടായിട്ട് അവൾക്ക് 14 വയസ്സായി. അന്ന് മുതൽ മെഡിക്കലി ഞാനും ഹസ്ബൻഡും ഫിറ്റായിരുന്നിട്ടും എല്ലാ തരത്തിലുള്ള സ്കാനുകളും ഞങ്ങൾ ചെയ്തിട്ടും ഇന്നത്തെ അറിയപ്പെടുന്ന കേരളത്തിലെ 3-4 ഗൈനിക് മെയിൻ ഡോക്ടേഴ്സിനെ കണ്ടിട്ടും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞുണ്ടായിരുന്നില്ല. ഒരുപാട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. അവസാനം ഞങ്ങളത് മനസ്സിൽ നിന്ന് ഞങ്ങൾ വിട്ടു. എന്നിരുന്നാലും ഞങ്ങൾ ഉടമ്പടിയിൽ ഞാൻ വെറുതെ ഒന്ന് എഴുതി വെച്ചിരുന്നു എനിക്ക് ഒരു കുഞ്ഞിനെ വേണമെന്ന്. കാരണം ഇവൾക്കൊരു കൂട്ട് അങ്ങനെ വേണമെന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനായി ഫോക്കസ് ചെയ്ത് പ്രാർത്ഥിച്ചില്ല. പക്ഷേ അമ്മ അവിടെയും അത് ഇടപെട്ടു. ഞാൻ ഈ പത്രം കൊടുത്ത് തീർന്ന അതിൻ്റെ പിറ്റേ മാസം ഞാൻ കൺസീവായി. പക്ഷേ എനിക്ക് എൻ്റെ ഏജ് വെച്ചിട്ടും എൻ്റെ ഫസ്റ്റ് ഡെലിവറിയുടെ ഇത് വെച്ചിട്ടും വളരെ കോംപ്ലിക്കേഷൻ ആയിരിക്കുമെന്നും ഇതെങ്ങനെ മുമ്പോട്ട് പോകുമെന്നും ഒരു ഉറപ്പില്ലാതെ ഞങ്ങൾ വളരെയധികം വിഷമിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞാൻ അവിടെ തന്നെ ഈ പറഞ്ഞ പോലെ UK കാണൽ എളുപ്പമല്ലെങ്കിലും അവിടെ പോയി ഞാൻ കണ്ടു. ഡോക്ടേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ സ്കാൻ ചെയ്യാം. ഞങ്ങൾ വളരെ പേടിച്ചു. ഞാൻ അപ്പോഴും ഈ ഉടമ്പടി ലോക്കറ്റ് ഉപ്പും എല്ലാം കൊണ്ട് സ്കാനിങ് ഹോളിൽ കയറി സ്കാൻ ചെയ്യാൻ ഡോക്ടർ ഒരു ആഫ്രിക്കൻ ഡോക്ടറാണ് ഇരിക്കുന്നത്. ആൾ ഡോക്ടർ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും ഡോക്ടറെ നോക്കുന്നേയില്ല. ഞങ്ങൾ രണ്ടുപേരും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങൾ ഉയർത്താൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ച് അമ്മ തന്ന ഈ ലോക്കറ്റും ഉടമ്പടി ഉപ്പും കയ്യിൽ പിടിച്ച് കണ്ണടച്ച് ഞാൻ ആ മേശയിൽ കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ ഡോക്ടർ ചോദിക്കുന്നത് നീ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞു ഇല്ല അത് ഞങ്ങളുടെ പ്രയറാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് വെച്ചിട്ട് ആൾ പറഞ്ഞു പ്രസൻറ്റിൽ ഇപ്പം നിനക്ക് പ്രോബ്ലംസ് ഒന്നുമില്ല, ഓക്കെ നമുക്ക് 5 months സ്കാനിങ് ആണ്, നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് സമാധാനമായി. ഞാനും ഹസ്ബൻഡ് അവിടെ നിന്ന് ഇറങ്ങി. ഈ ഉടമ്പടി ലോക്കറ്റ് അന്ന് മുതൽ ഞാൻ എന്ന് രാത്രി കിടക്കുമ്പോഴും ഈ ലോക്കറ്റ് ഞാനൊരു കൊന്തയിലിട്ടിട്ട് ഞാൻ എൻ്റെ ഉദരത്തിൽ വെച്ചിട്ടാണ് ഞാൻ കിടന്നുകൊണ്ടിരുന്നത്. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഞാൻ മകൾക്കും ഹസ്ബൻഡും ഞാൻ തൈലം പൂശി കൊടുക്കും. അതുപോലെ എനിക്ക് എന്തെങ്കിലും വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഞാൻ അപ്പോൾ ഉപ്പിട്ടിട്ട് വെള്ളം കുടിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ 5 മാസമെത്തി. 5 മാസത്തിൻ്റെ അനോമലി സ്കാൻ ചെയ്യാൻ വളരെയധികം വിഷമിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്നു അനോമലി സ്കാനിങ്ങിന് കയറി. അതുപോലെ ഞങ്ങൾ സങ്കടപ്പെട്ടു, ഉപ്പിട്ടു. ഞാൻ ആ മേശയ്ക്ക് ചുറ്റും ദൈവമേ ആ ഡോക്ടറിൻ്റെ വായേന്ന് വീഴുന്നത് എന്താണെങ്കിലും ഞങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് വേണം. പിന്നെ 13 വർഷം കഴിഞ്ഞിട്ട് അമ്മയും തിരുക്കുമാരനും ഇടപെട്ട് തന്ന കേസായതുകൊണ്ട് അമ്മ തന്നെ ഇതിനകത്ത് ഇടപെടണം. ആ സ്കാനിങ്ങിൻ്റെ ആരിരുന്നാലും എനിക്ക് കുഴപ്പമില്ല, അമ്മ തന്നെ ആയിരിക്കണം എനിക്ക് സ്കാനിങ്ങിൻ്റെ മറുപടി തരേണ്ടത്. അപ്പോൾ രണ്ടാമത് സ്കാനിങ്ങിന് കയറി കഴിഞ്ഞപ്പോഴും ഇതുപോലെ തന്നെ ഞാൻ ആ ലോക്കറ്റ് പിടിച്ച് കണ്ണടച്ച് മുറുക്കി പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് കഴിഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് സ്കാനിങ് കഴിഞ്ഞു, കുഴപ്പമില്ല, നിൻ്റെ അനോമലിയിൽ തന്നെ പ്രോബ്ലംസ് ഒന്നുമില്ല, നിനക്ക് കുഴപ്പമില്ലാത്തൊരു ആൺകുഞ്ഞാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു എനിക്ക് ഏത് കുട്ടിയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് പ്രോബ്ലംസ് ഇല്ലാത്തൊരു കുട്ടിയായിട്ട് വേണം. അപ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചു പ്രാർത്ഥിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളന്ന് പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് രാവിലെ ചെല്ലുമ്പോൾ 5:30 എണീറ്റ് ഞങ്ങൾ ചെല്ലും. UK സമയത്തിൽ ഞങ്ങൾ ചെല്ലാം. അവിടെ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ ഇനി ഒരു ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ കിട്ടുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷനായി ഒരു കുഞ്ഞിനെ ഇനി ഒരു സങ്കടത്തിലേക്ക് ഞങ്ങൾക്ക് തരരുതെന്ന്. പക്ഷേ മാതാവ് ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ 2024 നവംബർ 15-ാം തീയതി എനിക്ക് പെട്ടെന്ന് എൻ്റെ ഹാർട്ട് റേറ്റ്, അത് മെഡിക്കൽ ഫീൽഡിൽ SVT എന്ന് പറയും, എൻ്റെ ഹാർട്ട് റേറ്റ് വളരെയധികം കൂടി. എന്ത് സംഭവിച്ചെന്നറിയില്ല. പെട്ടെന്ന് വളരെയധികം അത് കൂടിയിട്ട് 180, 190 ആയി. ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. മകൾ സ്കൂളിൽ പോയിക്കാണ്, ഹസ്ബൻഡ് പുറത്ത് പോയേക്കുക. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു, എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഹസ്ബൻഡ് വന്നു. വിത്തിൻ സെക്കൻഡിൽ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിലെത്തി. പക്ഷേ അവിടുത്തെ ANEയിലേക്ക് ഞാൻ കടന്നതും സഡനായിട്ട് ഞാൻ അൺകോൺഷ്യസ് ആയിപ്പോയി. എനിക്കറിയില്ല എന്താ, ഞാനപ്പോൾ 5 മാസം പ്രഗ്നൻ്റ് ആണ്. എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ആകെ ഒരു ഫയലേ ഉള്ളൂ. പിന്നെ എനിക്ക് ഓർമ്മ വരുമ്പോൾ ഫുൾ ECG ലീഡ് എല്ലാം വെച്ചിട്ടാണ് ഞാനിരുന്നത്. പക്ഷെ ഞാൻ ഈ ഹാർട്ട് റേറ്റ് ഇടിച്ചിട്ട് ഞാൻ പോകുമ്പോഴും എൻ്റെ കയ്യിൽ കൃപാസനത്തിലെ ഉടമ്പടി ഉപ്പും തൈലവും, കാരണം എൻ്റെ മെഡിക്കൽ ഫയലിൽ ഞാനത് എപ്പോഴും വെക്കാറുണ്ട്, ലോക്കറ്റും എൻ്റെ കയ്യിലുണ്ടായിരുന്നു, കൊന്തയും. അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അൺകോൺഷ്യസ് ആയ വഴി ഞാൻ അതെല്ലാം കൂടി എൻ്റെ ഫയലിലേക്ക് ഇട്ടു. കാരണം അത് മിസ്സായി പോവല്ലോ എന്ന് പറഞ്ഞാൽ ഫയലിലേക്ക് ഇട്ടു. അത് വെച്ചിട്ട് എനിക്ക് ഓർമ്മ, എൻ്റെ ഹസ്ബൻഡ് വണ്ടി ഇട്ടിട്ട് വരുമ്പോൾ എനിക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞ് ഞാൻ അവരെല്ലാവരും കൂടി എടുത്തിട്ട് അവിടെ, പിന്നെ എൻ്റെ ഓർമ്മ വരുമ്പോൾ ഞാൻ ICUലാണ്. എൻ്റെ എല്ലാ മെഡിക്കൽ ഇതും വെച്ചിട്ട് എന്നെ ICUയിൽ കിടത്തിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹാർട്ട് റേറ്റിന് ഒട്ടും കുറവില്ല. 190 ആണ്, 180, 190 ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു. കരോട്ടിഡ് മസാജ് ചെയ്തു അവർ, കാരണം പ്രഗ്നൻസി ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അതിലൊട്ടും കുറയുന്നില്ല. അവസാനം എല്ലാ ഡോക്ടേഴ്സും വന്നു. ICUയിൽ ചുറ്റും ഡോക്ടേഴ്സ് ഉണ്ട്. രണ്ടാമത് ഒരു എൻ്റെ അടുത്ത് ഒരു സിറിഞ്ചിൽ ഊതാൻ പറഞ്ഞു. അതുപോലത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്തോ കാർഡിയാക്ക് ഉണ്ട്, അത് ചെയ്തു. പക്ഷേ എനിക്കതെല്ലാം കുറയുന്നില്ല. അവസാനം അവർ വളരെ സങ്കടത്തോടെ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കറിയാം 14 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ നീ ഒരു പ്രഗ്നൻ്റ് ആണ്, പക്ഷേ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കുട്ടിയുടെ ലൈഫ് നോക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് നീ കൺസെൻറ്റ് ഒപ്പിടണം, ഇനി നിനക്ക് ഞങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുകയാണ്, അതുകൊണ്ട് നിൻ്റെ ഹാർട്ട് റേറ്റ് കുറയുന്നപ്പം കുട്ടിയുടെ ഹാർട്ട് റേറ്റും കുറയും. അവർ മിഡ് വൈഫിനെ ഇൻഫോം ചെയ്തു. അവിടെ മിഡ് വൈഫാണ് വന്ന് കാര്യങ്ങൾ ചെയ്യുക. മിഡ് വൈഫിനെ ഇൻഫോം ചെയ്തു. മിഡ് വൈഫ് വന്നു. എൻ്റെ ചുറ്റും 5-6 ഡോക്ടേഴ്സ്, 4-5 മെഡിക്കൽ സ്റ്റുഡൻസ്, മിഡ് വൈഫ്, ഞാൻ ICU ബെഡിലെല്ലാം ഇതിലൊന്നും ഞാൻ കിടക്കുന്നുണ്ട്. അപ്പോഴും എൻ്റെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് എൻ്റെ ലോക്കറ്റ് വേണം. ഞാൻ എൻ്റെ ലോക്കറ്റ് എടുത്ത് ഞാൻ എൻ്റെ വയറിനോട് ചേർത്ത് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, അമ്മ 14 കൊല്ലം കഴിഞ്ഞ് തന്നെങ്കിൽ ഇന്ന് അമ്മ എടുക്കാനാണ് അമ്മയുടെ ആഗ്രഹമെങ്കിൽ അത് സഹിക്കാനുള്ള ശക്തി എനിക്ക് എൻ്റെ കുടുംബത്തിനും തരണം. കാരണം എൻ്റെ ഫാമിലിയിൽ എല്ലാവരോടും പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന്. പിന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അല്ല, അമ്മ തന്നതാണെങ്കിൽ ഞാൻ ഹസ്ബൻഡ് ഉറച്ചു വിശ്വസിച്ചു. ഞങ്ങളവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി, മാതാവേ നീ ഈ ഒരു ഹാർട്ട് ബീറ്റ് ഒരു പ്രഗ്നൻസിയിൽ നമുക്കറിയില്ല അതെങ്ങനെ വരുന്നു എന്നോ അവിടെ ഒന്നും നമുക്കറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ
5 മാസം വരെ ഈ ഹാർട്ട് ബീറ്റ് എൻ്റെ കഴിവ് കൊണ്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കഴിവ് കൊണ്ടോ ഇന്നത്തെ ഒരു മെഡിക്കൽ ശാസ്ത്രത്തിലോ അല്ല ഉണ്ടായത്. അമ്മയും അമ്മയുടെ തിരുക്കുമാരൻ ഇടപെട്ടതാണ്. ആ അമ്മയ്ക്ക് എൻ്റെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നൊപ്പം എൻ്റെ മകൻ്റെ ഹാർട്ട് റേറ്റിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. എനിക്കവർ ഇഞ്ചക്ഷൻ എടുത്തു. പക്ഷേ അതിലൊന്നും എനിക്ക് അങ്ങനെ ഒരു ടെൻഷൻ തോന്നിയില്ല. എൻ്റെ ഇഞ്ചക്ഷൻ കഴിഞ്ഞു, അരമണിക്കൂർ കഴിഞ്ഞു, എൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മിഡ് വൈഫ് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വിഷമിക്കേണ്ട, അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം. പക്ഷെ അത് ഇംഗ്ലീഷ് നാടാണ്, അവർക്ക് അങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ വിശ്വാസങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ലോക്കറ്റ് കണ്ടപ്പോൾ ആൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് എന്തുവാന്ന്. ഞാൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഒരു മാതാവാണ്, ഇങ്ങനെയാണ്. പക്ഷെ എനിക്കൊന്നും പറയാൻ, എൻ്റെ ഹാർട്ട് അത്ര ഫാസ്റ്റിൽ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചേച്ചി അവിടെയുണ്ട്, അവരെല്ലാവരും വന്നു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പതുക്കെ എൻ്റെ ഹാർട്ട് റേറ്റ് കുറഞ്ഞു. പക്ഷേ കുട്ടിയുടെ ഹാർട്ട് റേറ്റ് കുറയുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവരെന്നെ അവിടെ അഡ്മിഷനിൽ തന്നെ കിടത്തി. ഞാൻ ഏകദേശം ഒരു രാത്രി 12:30 വരെ, ഇത് സംഭവിക്കുന്നത് ഒരു ഉച്ചയ്ക്ക് ഒരു 2:30 ഒരു 2:30 തൊട്ട് ഒരു 5:30 വരെ ഏകദേശം ഒരു ഹാർട്ട് റേറ്റിൽ തന്നെ പോയി. രാത്രി ഒരു 9:30 കൂടി എൻ്റെ ഹാർട്ട് റേറ്റ് വളരെ വളരെ കുറഞ്ഞു വന്നു. മിഡ് വൈഫ് കണ്ടിന്യൂസ് ആയി നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന. അപ്പം എൻ്റെ കയ്യിൽ ബുക്കില്ല, ഞാൻ മൊബൈലിൽ ഗൂഗിളിൽ അപ്പം തന്നെ ഞാൻ എടുത്തു. ഞാനത് ICU ബെഡിൽ കിടന്ന് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇങ്ങനെ ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. ഞാൻ ആര് പറയുന്നതും കേൾക്കുന്നില്ല, ഞാൻ ചൊല്ലിക്കൊണ്ടിരുന്നു. മാതാവേ, നീ നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ തരണം. ഇനി എല്ലാവരോടും പറഞ്ഞത് മാറ്റി പറയാനോട് ഒരു ഇടവരുത്തിയത് അമ്മയെന്ന് ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അമ്മ കഴിഞ്ഞു. എന്നെ 12:30 ആയപ്പോഴേക്കും എൻ്റെ അടുത്ത് മിഡ് വൈഫ് വന്നിട്ട് പറഞ്ഞു, സ്റ്റിൽ നിൻ്റെ കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, ഒരു ഹാർട്ട് റേറ്റിൽ പോലും ഒരു കുറവ് കാണിച്ചിട്ടില്ല, അന്നുള്ള പോലെ തന്നെ ഇന്ന് ഇഞ്ചക്ഷൻ കഴിഞ്ഞു, ഇത്രയും 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നീ ഓക്കെയാണ്, നിനക്കതുകൊണ്ട് ഇന്ന് വീട്ടിൽ പോവാം. പക്ഷേ നീ നാളെ, കാരണം അന്ന് എൻ്റെ മോള് മാത്രമേ ഉള്ളൂ, മോളെ എൻ്റെ ചേച്ചിയുടെ വീട്ടിലാക്കിയിട്ടാണ് പോയേക്കുന്നത്. ചേച്ചി വന്ന് കൊണ്ടുപോവുക ചെയ്തത്, കാരണം ഞാൻ ഹോസ്പിറ്റലായതുകൊണ്ട്. ഞാൻ വീട്ടിൽ വന്നു. രാവിലെ 7:30 ഞാൻ വീണ്ടും പോയി. എൻ്റെ അവിടെ ചെന്ന വഴി അവർ പറഞ്ഞു ECG എടുക്കണം വീണ്ടും, കാരണം ഹാർട്ട് റേറ്റ് ഇങ്ങനെ ആയതുകൊണ്ട്. വീണ്ടും എനിക്ക് പരീക്ഷണങ്ങളായി. ഞാൻ ഉടമ്പടി ഉപ്പും ലോക്കറ്റും കൊണ്ടാണ് പോകുന്നത്. ഞാൻ ECG എടുത്തു. ECGയിൽ നോർമലാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ വിചാരിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് കാർഡിയാക്ക് അവർ ഫയൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാർഡിയാക്ക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വീണ്ടും വിഷമമായി. പ്ലെയിൻ CT ചെയ്താൽ പോരാ, CT കോൺട്രാസ്റ്റ് ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ നീ ഇനിയും പരീക്ഷിക്കുകയാണ്. ഞാൻ അവിടെ ഒരു ഇത്തിരി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ ഡോക്ടർ എനിക്കത് വേണ്ട, എൻ്റെ അമ്മ എനിക്ക് തന്നിട്ട് ഈ ജീവൻ തന്നിട്ട്, ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട, CT കോൺട്രാസ്റ്റ് ചെയ്യണ്ട, മാതാവ് ഇടപെടും. അപ്പോഴത്തെ എൻ്റെ ECG നോർമലാണ്. അങ്ങനെ എനിക്ക് മാതാവ് CT ചെയ്യാതെ അവിടെ ഡോക്ടർ എഴുതി വെച്ചു. പക്ഷെ എനിക്ക് ചെയ്യേണ്ടി വന്നില്ല. അങ്ങനെ 8 മാസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ പറ്റി. 9ാമത്തെ മാസം എനിക്ക് അവർ തന്നെ ലീവ് തന്നു. അത് കഴിഞ്ഞ് മാർച്ച് 31, 2025 എൻ്റെ മോനെ ഡെലിവറി സിസേറിയൻ ആയിരുന്നെങ്കിൽ പോലും ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ആൺകുഞ്ഞിനെ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഇന്നലെ അവന് ഇവിടുന്ന് പത്രം കൊടുത്തിട്ട് 1 വർഷം 3 മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റായി. 1 വർഷം കറക്റ്റ് ഇവിടുന്ന് ഉടമ്പടി എടുത്ത സമയത്ത് അവന് 9 മാസം പൂർത്തിയായി. ഞാൻ അവിടെ ഡെലിവറി ആയി. ഇന്നലെ അവന് 1 വയസ്സ് തികഞ്ഞു. ഇന്നിപ്പോൾ ഞങ്ങൾ UK നേരെ, ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ തിരുക്കുമാരനെ കാണിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോകുള്ളൂ എന്ന്. ഞങ്ങളിന്ന് വന്നു, രാവിലെ അവിടെ എത്തി. നേരെ ഞങ്ങൾ ഇങ്ങടേക്ക് വന്നു. മകനെ ഇവിടെ അമ്മേനെ കാണിച്ചിട്ട് ഉടമ്പടി പുതുക്കിയിട്ട് വേണം പോകാനെന്ന് ഓർത്തിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നു. അതുപോലെ ഇനി എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയാനായിട്ട്, ഞങ്ങൾക്ക് അവിടെ UK ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെ കാര്യങ്ങൾക്കൊന്നും പറ്റുമൊന്നുമില്ല. ഞങ്ങൾ പത്രം മാതാവിൻ്റെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തന്ന അനുഗ്രഹങ്ങൾ പറഞ്ഞ് എല്ലാവർക്കും പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. ഇന്ന് ഞാൻ പത്രം മേടിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പത്രം, മലയാള പത്രം. ഞാൻ ഇനി പോയിട്ട് ഞാൻ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുക്കും. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് സാലറി കയറുമ്പോൾ നാട്ടിലൊരു ചേട്ടനുണ്ട്, ഞങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾ പൈസ അയച്ചു കൊടുക്കും. ആൾ ഡയാലിസിസ്, കീമോതെറാപ്പി അങ്ങനെയൊക്കെ ചെയ്യുന്ന രോഗികളെ കണ്ടുപിടിച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതുപോലെ ഓണം, ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ടെന്ന് അറിയാം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പൈസയൊക്കെ ആ ചേട്ടൻ അയച്ചു കൊടുക്കുമ്പോൾ ചേട്ടൻ പോയിട്ട് അതൊക്കെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കും. അങ്ങനെയുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആത്മീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കവിടെ പള്ളിയുള്ളത് കൊണ്ട് ഞങ്ങൾ കുമ്പസാരിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ പോയി കുമ്പസാരിക്കും. ചിലപ്പോഴൊക്കെ 2 ആഴ്ചയിൽ കുമ്പസാരിക്കാൻ പറ്റും, ചിലപ്പോൾ മാസത്തിൽ ഞങ്ങൾ കുമ്പസാരിക്കും. അതുപോലെ ദിവ്യബലിക്ക് പോകാൻ പറ്റുമ്പോഴൊക്കെ ദിവ്യബലിക്ക് പോകും. അല്ലാത്തപ്പോൾ വീട്ടിൽ തന്നെ ഞങ്ങൾ ഓൺലൈനിലാണെങ്കിലും മൊബൈലിൽ കാണും, TV-ലായാലും ഞങ്ങൾ കുർബാന കാണും. പിന്നെ നമുക്ക് കുടുംബ പ്രാർത്ഥനകൾ ഞങ്ങൾ ചെല്ലും. 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ രാവിലെ ഞങ്ങളത് ഇടുകയും, ഞാൻ എൻ്റെ ഫോണിൽ എപ്പോഴും ഞാൻ സ്റ്റാറ്റസ് ഇടും. അതുപോലെ ഡെയിലി ബ്രെഡ് ഞാൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും അത് കൂടും. രാവിലെ ഞങ്ങളത് വെച്ചിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ തുടങ്ങുക. അതുപോലെ ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ധ്യാനം ഫുൾ അന്ന് തന്നെ കൂടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടും.
അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളോട് ഉണ്ട്. അതിനപ്പുറത്ത് എൻ്റെ മകള് അവൾ പഠിക്കുന്ന സ്കൂളിൽ ക്രിസ്ത്യൻ സ്കൂളാണെങ്കിലും നമ്മുടെ പോലത്തുള്ള വിശ്വാസങ്ങളെല്ലാവർക്ക് എല്ലാം ഒരു മിറാക്കിൾ പോലെ സംഭവിക്കുന്നു ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവളുടെ ആറിയിൽ വെച്ച് നടന്നൊരു അവളാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു സാക്ഷ്യം പറയാനായിട്ട് ഒരു ഇടവന്ന് ഞാൻ അവൾക്ക് കൊടുക്കും. എൻ്റെ പേര് ജുവൽ. അപ്പോൾ ഞാൻ പഠിക്കുന്ന ഒരു കാത്തലിക് സ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആറി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അതായത് നമ്മുടെ റിലീജിയൻസിനൊക്കെ പറ്റി പഠിപ്പിക്കുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ അന്ന് ആ ലെസൺ ഞങ്ങൾക്ക് മാതാവിനെ പറ്റിയായിരുന്നു. മാതാവും അതേപോലെ മാതാവിൻ്റെ ഓരോ പിൽഗ്രിമേജും അതൊക്കെയായിരുന്നു അന്നത്തെ ലെസൺ. അപ്പോൾ ടീച്ചേഴ്സ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾക്ക് അറിയാവുന്ന പിൽഗ്രിമേജുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് എഴുതാൻ പറഞ്ഞു. അപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ പല സ്ഥലത്ത് എഴുതി. അപ്പോൾ എനിക്കറിയാവുന്ന ഒരെണ്ണമായിട്ട് ഞാൻ കൃപാസനം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കാരണം ബാക്കി കുട്ടികളുടെ എല്ലാം ടീച്ചറിന് ഒരുവിധം അറിയാവുന്നതായിരുന്നു, ഇത് മാത്രം ടീച്ചറിന് അറിയില്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇത് ഏതാണ് ഈ സ്ഥലം, ഇത് എന്താണെന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, ഇതിങ്ങനെ കേരളത്തിലാണ്, ഈ സ്ഥലം ആലപ്പുഴയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ടീച്ചർ ചോദിച്ചു, എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് ഇതൊരു പിൽഗ്രിമേജായി മാറാനുള്ള കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മാതാവ് അച്ഛന് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടതും അതേപോലെ നെഞ്ചത്തൊരു ഘടികാരം വെച്ച് പ്രത്യക്ഷപ്പെട്ട അതും അതേപോലെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദുരന്തമുണ്ടാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇതേപോലെ സുനാമി ഉണ്ടായതും അതെല്ലാം ഞാൻ ടീച്ചറിന് നന്നായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ടീച്ചറിന് മാത്രമല്ല അവിടെ എല്ലാ കുട്ടികളും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തന്നെ പറഞ്ഞു ടീച്ചറിൻ്റെ അടുത്ത്, ഇങ്ങനെ എനിക്കും ഒരു അനുഭവമുണ്ട്, ഇത് ആക്ച്വലി നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവരുടെ കുട്ടികളെല്ലാവരും ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഒരു എക്സ്പീരിയൻസ് അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി 2024 ഉടമ്പടി എടുത്ത് ഒരു 3 മാസത്തിനുള്ളിൽ 14 ഇയേഴ്സിൻ്റെ ഒരു ഗ്യാപ്പാണ്. അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങനെ ആഗ്രഹിച്ചിരുന്നതായിരുന്നു, ഒരു ബ്രദർ ഓർ സിസ്റ്റർ, എനിക്കൊരു സിബ്ലിംഗ് ഉണ്ടാകാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതായിരുന്നു. എന്നിട്ട് എനിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്നില്ല. ഞാൻ പണ്ടൊക്കെ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു അതിനു വേണ്ടി. പിന്നെ അവസാനം ഒന്നും കിട്ടാതായപ്പോൾ പിന്നെ ഞാനും പ്രാർത്ഥനയിൽ ഒന്നും ഉഴപ്പി, അതെല്ലാം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ സ്ഥലത്ത് വന്ന് ഉടമ്പടി എടുത്തു 3 മാസത്തിനുള്ളിൽ എൻ്റെ അമ്മ പ്രഗ്നൻ്റ് ആയെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു 7 മന്ത്സ് എങ്ങാണ്ടായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ 3 മാസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആയി, ഇപ്പോൾ അമ്മ 7 മന്ത്സ് ആണ്. അതേപോലെ അപ്പോൾ അമ്മയുടെ സ്കാനിങ് കഴിഞ്ഞ് അവർ ജെൻഡറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതിപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ആഗ്രഹമുള്ള പോലത്തെ ഒരു ഉണ്ണീനെ തന്നെയാണ് അവർ തന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ടീച്ചറൊക്കെ അത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. കുട്ടികൾ എത്രത്തോളം വിശ്വസിച്ചു എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും അത് നല്ല ശ്രദ്ധയോടെ കേൾക്കുകയും ഇതെല്ലാം ചെയ്തു. മാതാവിനെയും തിരുകുമാരനെയും മഹത്വപ്പെടുത്താൻ സാധിച്ചതിന് മാതാവിന് തിരുകുമാരന് 1000 നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും 1000 നന്ദി പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 20:24 പറയുന്നത്, ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കൂ എന്ന് പറയുന്ന പോലെ ഈ മക്കളുടെ അടുത്ത് വന്ന് ഈശോയും അമ്മയും അനുഗ്രഹിച്ച ഒരു വലിയ ഒരു ദൈവസാക്ഷ്യമാണ്. 13 വർഷം കഴിഞ്ഞ് അമ്മ തന്നെ ഒരു മറുപടി തരണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്, പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് ഈ മക്കൾ UK-യിൽ നിന്ന് ഇന്ന് രാവിലെ വന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ലൈനിൽ നിന്ന് ഈ കുഞ്ഞുവിനെ ആയിട്ട് 1 വയസ്സ് പോലും തികയാത്ത കുഞ്ഞുമായിട്ടാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വന്ന് ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കിയതിന് ശേഷം മാത്രമേ ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റുകയുള്ളൂ. അവർ പ്രതീക്ഷയോടെ ക്ഷമയോടെ കാത്തിരുന്ന് ഈശോ അമ്മയും കണിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ടാണ് വീട്ടിൽ പോലും പോകാതെ, കുഞ്ഞിനെ ആരും കണ്ടിട്ടില്ല, പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് അമ്മയെ കാണിച്ച് അമ്മയോട് നന്ദി പറഞ്ഞിട്ടാണ് ഈ മക്കൾ സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. ഈശോയുടെയും അമ്മയുടെയും അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നിൻ്റെയും ആവശ്യമില്ല. എല്ലാം നിറഞ്ഞതായിട്ട് ഈശോയും അമ്മയും കൂടെ നിന്ന് അടുത്ത് വന്ന് കൂടെ നയിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. നമ്മളുടെ ജീവിതത്തിലും ഉടമ്പടിയിലൂടെ അസാധ്യമായ കാര്യങ്ങൾ പരിഹാരം
നൽകുമെന്ന് വിശ്വസിക്കാം. രോഗസൗഖ്യമാവാം, കുടുംബ സമാധാനമാവാം, ജോലിക്കാര്യമാവാം, എന്തു തന്നെ ആയാലും പരിശുദ്ധ അമ്മ നമ്മളോടൊപ്പം നമുക്കായി പ്രാർത്ഥിക്കുന്നുവെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ നിലനിൽക്കാൻ കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ദൈവസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ജൂലി ജിനേഷിനും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.